പ്രിയ പ്രേക്ഷകർക്ക് സൗദി ടിപ്സ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അനസ്. സൗദി പ്രൈവറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ ഓൺലൈനായി റിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. ഞാൻ ഈ വിഷയത്തിൽ ചെയ്യുന്ന ഈ വർഷത്തെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യ വീഡിയോയെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് പ്രൈവറ്റ് ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിനുള്ള ഡെലിവറി ഫീയിൽ മാറ്റം വന്നുള്ളതാണ്. ഞാൻ ആദ്യ വീഡിയോ ചെയ്ത സമയത്ത് പ്രൈവറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്ത് കാർഡ് ലഭിക്കുന്നതിന് 17 റിയാലും 25 ഹലാലുമായിരുന്നു ഡെലിവറി ചാർജ് നൽകേണ്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഡെലിവറി പാർട്ട്ണർ മാറിയിട്ടുണ്ട്. മാത്രമല്ല ഡെലിവറി ചാർജ് 40 റിയാലുമായിട്ടുണ്ട്. 39 സംതിങ് ആണ് ഇപ്പോൾ ഡെലിവറി ചാർജ് വരുന്നത്. അതുപോലെ വന്നിട്ടുള്ള വലിയൊരു മാറ്റം എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് ഡെലിവറി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി ഇല്ലാതെ തന്നെ പുതുക്കാൻ സാധിക്കുമായിരുന്നു. അതേപോലെ നമ്മൾ മസ്റ്റായിട്ടും ഡെലിവറി സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ 40 റിയാൽ നാം പേ ചെയ്യേണ്ടതുമാണ്. നേരത്തെ ഡെലിവറി പാർട്ട്ണറായിട്ട് SPL ആയിരുന്നെങ്കിൽ ഇപ്പോൾ സംസ പോലുള്ള ഡെലിവറി സർവീസാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതോടുള്ള മാറ്റം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ലൈസൻസ് ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരുമെന്ന് മാത്രം. പ്രൈവറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി വേണ്ടത് പ്രൈവറ്റ് ലൈസൻസ് പുതുക്കാനുള്ള വാലിഡ് ആയിട്ടുള്ള മെഡിക്കൽ ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ടാമതായി പ്രൈവറ്റ് ലൈസൻസ് പുതുക്കാനുള്ള ഫീ നാം അടച്ചിരിക്കേണ്ടതുണ്ട്. 2 വർഷത്തേക്കോ 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ നമുക്ക് ഫീ സദാത് പേയ്മെൻറ്റ് വഴി അടക്കാൻ സാധിക്കും. മൂന്നാമതായി വേണ്ടത് നമ്മുടെ പേരിൽ ട്രാഫിക് ഫൈനൊന്നും ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഓൺലൈനായി പുതുക്കാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഈ വീഡിയോ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഇക്കാമയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനുള്ള കാര്യങ്ങളാണ്. നേരത്തെ സൗദി ഉണ്ടായിരുന്ന സമയത്ത് എടുത്തുള്ള പ്രൈവറ്റ് ലൈസൻസ് പുതിയ ഇക്കാമയിൽ സൗദിക്ക് വന്നതിന് ശേഷം ഈ രീതി പുതുക്കാൻ സാധിക്കുന്നതല്ല. അത് പുതുക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് മുറൂരിലേക്ക് പോകേണ്ടതാണ്. എന്നിരുന്നാലും എല്ലാ മുറൂരിലും ഈ തരത്തിൽ പുതുക്കി കൊടുക്കുന്നില്ല. അതായത് ഈ തരത്തിൽ പുതിയ ഇക്കാമയിലേക്ക് മാറ്റി കൊടുക്കുന്നില്ല. നിങ്ങൾ അടുത്തുള്ള മുറൂരിൽ പോയി നേരിട്ട് അന്വേഷിക്കേണ്ടതാണ്. ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഇക്കാമയിലുള്ള പ്രൈവറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അബ്ഷർ ആപ്ലിക്കേഷൻ വഴി പുതുക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം മെഡിക്കൽ എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം സദാത് പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് അവസാനമായിക്കൊണ്ട് അബ്ഷർ വഴി പുതുക്കാം. വീഡിയോ കിടക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ സൗദി ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലോ ടിക്ടോക്കിലോ കാണുന്ന ആൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള പണം അടക്കാൻ വേണ്ടി ഞാനിപ്പോൾ അൽറാജി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ഹോം സ്ക്രീനിൽ തന്നെ താഴെയായിക്കൊണ്ട് പേയ്മെൻറ്റ്സ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വന്നിട്ടുള്ള പേയ്മെൻറ്റ് പേജിൽ പേയ്മെൻറ്റ് ഓപ്ഷൻസിൻ്റെ താഴെയായിക്കൊണ്ട് ഗവൺമെൻറ് പേയ്മെൻറ്റ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വന്നുള്ള പേജിൽ നിന്നും ട്രാഫിക് എന്നുള്ളതിൻ്റെ താഴെയായിക്കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് സർവീസസ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ വന്നുള്ള ആപ്ലിക്കേഷൻ ടൈപ്പിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ട് റിന്യൂ ലൈസൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അൽറാജി അക്കൗണ്ട് സെലക്ട് ചെയ്യാം. അടുത്തായിക്കൊണ്ട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൽ പേയ്മെൻറ്റ് എന്നും റീഫണ്ട് എന്നും 2 ഓപ്ഷൻ കാണാവുന്നതാണ്. നമ്മൾ നേരത്തെ അടച്ച പണം തിരികെ ലഭിക്കാൻ വേണ്ടി റീഫണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം തിരിച്ചെടുക്കേണ്ട ഈ ക്യാമറ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ പണം തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. പണം അടക്കാൻ വേണ്ടി ആയതുകൊണ്ട് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബെനിഫിഷ്യറി ID എന്നുള്ളതിൽ നിന്നും ഇക്കാമ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ലൈസൻസ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്നും പ്രൈവറ്റ് ലൈസൻസ് ആണെങ്കിൽ പ്രൈവറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ടൈപ്പ് ഏതാണെന്നുള്ളത് നേരത്തെ നമ്മൾ അബ്ഷർ ആപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ട്. അത് തന്നെ കൃത്യമായി സെലക്ട് ചെയ്യുക. അതിനുശേഷം ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിൻ്റെ ഡ്യൂറേഷൻ ചോദിക്കുന്നുണ്ട്. ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്നും എത്ര വർഷത്തേക്കാണോ അത് സെലക്ട് ചെയ്യാം. 2 വർഷത്തേക്ക് 80 റിയാലാണ്, 5 വർഷത്തേക്ക് 200 റിയാലാണ്, 10 വർഷത്തേക്ക് 400 റിയാലാണ്. ഞാൻ അവിടെ 10 ഇയേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നാം നോക്കിയുള്ള ഇക്കാ നമ്പർ കറക്റ്റാണെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇക്കാ നമ്പർ മാറി പണം അടച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ വന്നിട്ടുള്ള പേജിൽ ഏറ്റവും മുകളിലായിക്കൊണ്ട് അൺയൂസ്ഡ് ബാലൻസ് എന്നുള്ളതിൽ 0 എന്ന് കാണാം. നമ്മൾ നേരത്തെ എന്തെങ്കിലും പണം അടച്ചിട്ടുണ്ടെങ്കിൽ ആ പണം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പണമൊന്നും ഇല്ലാത്തതുകൊണ്ട് 0 കാണിക്കുന്നുണ്ട്. ട്രാൻസാക്ഷൻ എമൗണ്ടിൽ 400 റിയാൽ കാണിക്കുന്നുണ്ട്. അതായത് 10 വർഷത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ വേണ്ടിയുള്ള തുകയാണിത്. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൽ സർവീസ് ടൈപ്പ് അതുപോലെ ആപ്ലിക്കേഷൻ ടൈപ്പ് എന്നിവയെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അതിൽ താഴെ കാണുന്ന വ്യൂ മോർ ക്ലിക്ക് ചെയ്താൽ നാം നോക്കിയുള്ള ഇക്കാ നമ്പർ കാണാൻ സാധിക്കും. അത് കറക്റ്റാണ് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന എൻ്റർ OTP എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അൽറാജി ബാങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള OTP എൻ്റർ ചെയ്യാം. ഇവിടെ തന്നെ യുവർ MOI പേയ്മെൻറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു മെസ്സേജ് വരുന്നതാണ്. ശേഷം നമുക്ക് ബാക്ക് ഡാഷ്ബോർഡിലേക്ക് പോകാം. അല്പസമയത്തിന് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ വേണ്ടിയുള്ള പണം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നതാണ്. പണം പോയി എന്നുള്ള മെസ്സേജ് വന്നതിന് ശേഷം നമുക്ക് അബ്ഷറിൽ കയറി റിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. പ്രൈവറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനുള്ള മെഡിക്കൽ എടുത്ത് പണം അടച്ചതിന് ശേഷം ഞാനിപ്പോൾ അബ്ഷർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അബ്ഷർ ആപ്ലിക്കേഷൻ്റെ ഹോം സ്ക്രീനിൽ ലോഗ് ചെയ്ത് വരുമ്പോൾ തന്നെ മൈ സർവീസ് എന്നുള്ള ഭാഗമാണ് തുറന്നു വരിക. ഇവിടെ മൈ സർവീസസിൻ്റെ താഴെയായിക്കൊണ്ട് റിന്യൂ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് കാണാം. ആദ്യം ക്ലിക്ക് ചെയ്യുക.
തുറന്നു തരുന്ന റിന്യൂ ഡ്രൈവ് ലൈസൻസ് എന്നുള്ള പേജിൽ നമ്മുടെ പേരും ഇക്കാമ നമ്പറും ബ്ലഡ് ഗ്രൂപ്പും എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ അവസാനമായിക്കൊണ്ട് ഡ്രൈവ് ലൈസൻസ് ടൈപ്പിൽ പ്രൈവറ്റ് ഡ്രൈവ് ലൈസൻസ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഡ്രൈവ് ലൈസൻസ് ടൈപ്പ് സെലക്ട് ചെയ്തപ്പോൾ റിന്യൂവൽ പീരീഡ് ചോദിക്കുന്നുണ്ട്. നമ്മൾ എത്ര വർഷത്തേക്കാണോ പുതുക്കാൻ വേണ്ടി പണം അടച്ചിട്ടുള്ളത് ആ ഒരു ഇയർ നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാം. 80 ഇയറാണ് അടച്ചിട്ടുള്ളതെങ്കിൽ നമുക്കിവിടെ 2 ഇയേഴ്സ് എന്നുള്ള സെലക്ട് ചെയ്യാം. 200 അടച്ചിട്ടുണ്ടെങ്കിൽ 5 ഇയേഴ്സ് സെലക്ട് ചെയ്യാം. 400 അടച്ചിട്ടുണ്ടെങ്കിൽ 10 ഇയേഴ്സ് എന്നുള്ള സെലക്ട് ചെയ്യാം. അതിനുശേഷം ആഡ് ഡെലിവറി ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന റിന്യൂവൽ റിക്വയർമെൻറ്റ്സ് എന്നുള്ള പേജിൽ പ്രൈവറ്റ് ലൈസൻസ് ഓൺലൈനായി പുതുക്കാൻ ആവശ്യമായിട്ടുള്ള സംഗതികൾ പറയുന്നുണ്ട്. ഇവിടെ ആദ്യമായി പറഞ്ഞിട്ടുള്ളത് നിലവിലുള്ള ഡ്രൈവ് ലൈസൻസിൻ്റെ കാലാവധി 365 ദിവസത്തിൽ താഴെ ആയിരിക്കേണ്ടതാണ്. രണ്ടാമതായി വേണ്ടത് ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിന് മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് ആവശ്യമാണ്. മൂന്നാമതായി നമ്മുടെ പേരിൽ ട്രാഫിക് വയലേഷൻ ഒന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. ഉണ്ടെങ്കിൽ അതെല്ലാം അടച്ചതിന് ശേഷം മാത്രമേ ലൈസൻസ് പുതുക്കാൻ സാധിക്കുകയുള്ളൂ. ഡ്രൈവ് ലൈസൻസ് മെഡിക്കൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. തുറന്നു തരുന്ന ഡെലിവറി ഡീറ്റെയിൽസിൽ ആദ്യമായി റീജിയൻ ചോദിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സൗദിയുള്ള റീജിയൻസ് എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ജിദ്ദയുള്ള ആളുകൾ മക്ക പ്രൊവിൻസ് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. റിയാദ് ഉള്ളവർക്ക് റിയാദ് പ്രൊവിൻസ് നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം സിറ്റി ചോദിക്കുന്നുണ്ട്. സിറ്റിയുടെ പേര് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കുക. റിയാദ് സിറ്റി തന്നെയാണെന്നുണ്ടെങ്കിൽ റിയാദ് നിന്ന് സെലക്ട് ചെയ്യാം. നമ്മുടെ സിറ്റിയുടെ പേര് സെർച്ച് ചെയ്യാൻ വേണ്ടി മുകളിൽ സെർച്ച് ബാർ നൽകിയിട്ടുണ്ട്. നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നെയ്ബർഹുഡ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ ആയിക്കൊണ്ട് മൊബൈൽ നമ്പർ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ നമ്പർ തന്നെയാണ് ഉറപ്പ് വരുത്തേണ്ടതാണ്. മൊബൈൽ നമ്പർ മാറ്റമുണ്ടെങ്കിൽ നമുക്കവിടെ നമ്പർ മാറ്റാനും സാധിക്കുന്നുണ്ട്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ 0 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവസാനമായിക്കൊണ്ട് ഡെലിവറി പ്രൊവൈഡേഴ്സിനെ കാണിക്കുന്നുണ്ട്. ഇവിടെ സംസ്ഥ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് സംസ്ഥ എന്നുള്ളത് സെലക്ട് ചെയ്യാം. മറ്റേതെങ്കിലും ഡെലിവറി പ്രൊവൈഡേഴ്സ് ഉണ്ടെങ്കിൽ അതും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ശേഷം നമുക്ക് റിവ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം. തുറന്നു വരുന്ന പേജിൽ ഡെലിവറി ഇൻവോയ്സിൻ്റെ താഴെ ഡെലിവറി ഫീ കാണിക്കുന്നുണ്ട്. ഇവിടെ കാണിച്ചിട്ടുള്ളത് 34.70 അതിൻ്റെ ടാക്സുമാണ്. അതായത് മൊത്തത്തിൽ 39 റിയാലും 91 ഹലാലയും ഫീ വരുന്നതാണ്. നേരത്തെ സൗദി പോസ്റ്റ് വഴി വരുന്ന സമയത്ത് 17 റിയാലും 25 ഹലാലിയുമായി ഉണ്ടായിരുന്നത്. ഇപ്പോൾ സംസ്ഥ വഴി ആയപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ലൈസൻസ് ലഭിക്കുന്നുണ്ട്. നമ്മളിവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംസ്ഥയിൽ നിന്നും മെസ്സേജ് ലഭിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷൻ വാട്സപ്പ് ഷെയർ ചെയ്ത് കൊടുക്കാം. ആ ലൊക്കേഷനിലേക്ക് സംസ്ഥ വഴി ലൈസൻസ് ലഭിക്കുന്നതാണ്. ഈ പേജിൻ്റെ അവസാനത്തിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യാനുള്ളൊരു കോളം കാണാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. തുറന്നു വരുന്ന പേജിൽ നമ്മുടെ കയ്യിലുള്ള ATM കാർഡ് നമ്പർ എൻ്റർ ചെയ്യാം. STC പേ, UR പേ, ടിക്മോ പോലുള്ള ഡിജിറ്റൽ വാലറ്റുകൾ നൽകുന്ന കാർഡുകളും അതുപോലെ അൽറാജി, SNB, റിയാദ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകളുടെ കാർഡുകളെല്ലാം തന്നെ നൽകാൻ സാധിക്കുന്നതാണ്. മുകളിൽ കാണുന്ന ക്രെഡിറ്റ് കാർഡ് നമ്പർ എന്നുള്ള കോളത്തിൽ കാർഡ് നമ്പറും നെയിം ഓഫ് കാർഡ് ഹോൾഡർ എന്നുള്ള കോളത്തിൽ കാർഡുമേൽ കാണുന്ന പേരും എക്സ്പിറേഷൻ ഡേറ്റ് എന്നുള്ളതിൽ കാർഡുമേൽ കാണുന്ന എക്സ്പയറി മന്ത്, ഇയർ എന്നിവയും സെക്യൂരിറ്റി കോഡ് എന്നുള്ള ഭാഗത്ത് കാർഡിൻ്റെ പിറകിൽ കാണുന്ന CVV നമ്പറുമാണ് എൻ്റർ ചെയ്യേണ്ടത്. 3 നമ്പറാണ് CVV നമ്പർ ഉണ്ടാവുക. എല്ലാ ഡീറ്റെയിൽസ് നൽകിയതിന് ശേഷം താഴെ കാണുന്ന പേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ശേഷം അല്പസമയം വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് നിന്നും ഒരു കാരണവശാലും ബാക്ക് അടിക്കരുത്. അല്പസമയത്തിനകം ബാങ്കിൻ്റെ പേജിലേക്ക് പോകുന്നതാണ്. അതിനുശേഷം ബാങ്കിൽ നിന്ന് വരുന്ന OTP എൻ്റർ ചെയ്ത് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂഡ് എന്നുള്ള മെസ്സേജ് ലഭിക്കുന്നതാണ്. അതോടൊപ്പം നമുക്കിവിടെ റെഫറൻസ് നമ്പർ ലഭിക്കുന്നതാണ്. ഈ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്തതിന് ശേഷം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ സംസ്ഥയിൽ നിന്ന് നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ മെസ്സേജിലോ ലൊക്കേഷൻ സെൻഡ് ചെയ്യാനുള്ള മെസ്സേജ് ലഭിക്കുന്നതാണ്. നമ്മൾ ലൊക്കേഷൻ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷനിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സംസ്ഥ എത്തിച്ചു തരുന്നതാണ്. ഞാൻ ഈ പേജ് ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ വീണ്ടും മൈ സർവീസ് എന്നുള്ള ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ഇവിടെ നമുക്ക് ഡോക്യുമെൻറ്റ് ഡെലിവറി എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. തുറന്നു വരുന്ന ഡെലിവറി റിക്വസ്റ്റിൽ നാം നൽകിയുള്ള റിക്വസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. തുറന്നു വന്നുള്ള ഡെലിവറി ഡീറ്റെയിൽസിൽ ഷിപ്പിംഗ് ഏജൻറ്റിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. അതുപോലെ ട്രാക്കിംഗ് നമ്പറും കാണിക്കുന്നുണ്ട്. ഈ ട്രാക്കിംഗ് നമ്പർ കോപ്പി ചെയ്ത് സംസ്ഥയുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലോ ട്രാക്ക് ചെയ്താൽ നമ്മൾ ലൈസൻസ് എവിടെ എത്തുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് പ്രൈവറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഓൺലൈനായി റിന്യൂ ചെയ്യുന്നത്. വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ലൈസൻസ് റിന്യൂ ചെയ്യുന്ന ബന്ധപ്പെട്ടുള്ള കൂടുതൽ സഹായങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുണ്ട്. കൂടുതൽ പ്രയോജനപ്പെടുന്ന വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നാക്കി വെക്കാൻ മറക്കാതിരിക്കുക. ഇൻസ്റ്റാഗ്രാമിലോ ടിക്ടോക്കിലോ കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.